രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ കാണുന്നതിൻ്റെ തത്സമയം അയാൾ തന്നെ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമാകുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ ടീകോമിന് വേണ്ടി വൻ തുക സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു പിൻവാതിൽ ഇടപാടാണ് ഈ നടക്കുന്നത്. ഇതൊരു കാരണവശാലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഈ വൻ അഴിമതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അടിയന്തരമായി ഈ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. 10 വർഷക്കാലം നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്ന ഈ നടപടി ആർക്ക് അംഗീകരിക്കാൻ കഴിയും? എന്നിട്ട് ഈ 246 ഏക്കർ സ്ഥലം തിരിച്ചെടുത്തിട്ട് സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കരാർ ലംഘനത്തിനെതിരായി നടപടി സ്വീകരിക്കാനും ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടത്. അതിന് പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വൻ അഴിമതിക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ അഴിമതിക്കെതിരെയുള്ള നീക്കങ്ങളുടെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ബാജി ജോർജാണ്. ടീകോം കമ്പനിയുടെ പ്രതിനിധിയായി കരാറിൽ ഒപ്പിട്ട ബാജി ജോർജാണ് ഇപ്പോൾ അദ്ദേഹത്തെ വഴിയോര ഒരു കമ്പനി ഉണ്ടാക്കി. അന്ന് ഞാൻ അതിനെ എതിർത്തതാണ്. ഒരു വഴിയോര കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണായ വഴിയോരങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമിയെടുത്ത് സ്വകാര്യ സംരംഭം ആരംഭിക്കാൻ ഒരു സ്വകാര്യ സംരംഭം ആരും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് വൻ തുക ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആ വ്യക്തിയാണിപ്പോൾ ടീകോമിൻ്റെ പ്രതിനിധിയായി ഒപ്പിട്ട ആ വ്യക്തിയാണിപ്പോൾ ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമാക്കിയത്. എന്തടിസ്ഥാനത്തിൽ? അപ്പോൾ ടീകോമുമായിട്ടൊരു വലിയ കള്ളക്കളി ഇവിടെ നടക്കുകയാണ്, വലിയ അഴിമതിയാണ്. അതുകൊണ്ട് ഈ തീരുമാനം റദ്ദാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബാജി ജോർജ് അതേപോലെ തന്നെ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഈ സമയത്ത് ടീകോമുമായി കേരള സർക്കാർ കരാർ ഒപ്പിടുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കരാറിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ഉണ്ടായിരുന്നോ? ഉണ്ടാവുമല്ലോ. അതെല്ലാം പരിശോധിക്കണം. ആ കരാറിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് IT വകുപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ നടപടി ടീകോമിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. കരാർ ലംഘനം നടത്തിയ ആളുകൾക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന നടപടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അതാണ് ടീകോമുമായി ബന്ധപ്പെട്ട ഒരു വൻ അഴിമതിയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ 426 ഏക്കർ ഭൂമി ആർക്കോ കൊടുക്കാൻ ഇവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ മകളോ അതോ മരുമകനോ അല്ലെ മുഖ്യമന്ത്രി തന്നെ ഇതിന് പിന്നിൽ? അതാരാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഈ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ്, ടീകോമുമായി ചേർന്നുള്ള കള്ളക്കളിയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ കഴിഞ്ഞ 10 വർഷം വഞ്ചിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയുള്ള നീക്കമാണ്. എല്ലാ വകുപ്പുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം, അല്ലെ ക്യാബിനറ്റ് വരില്ലല്ലോ. ക്യാബിനറ്റ് തീരുമാനമാണ് തിരുത്തേണ്ടത്. കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന നടപടി നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നാണോ? അല്ല, അത് ഇന്നാണല്ലോ ഇത് വാർത്ത പുറത്തു വന്നത്. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച, ഞാനന്ന് KPCC പ്രസിഡൻ്റായിരുന്നു. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോട് ഉമ്മൻചാണ്ടി അന്ന് ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ 10 വർഷമായി എത്ര പേർക്ക് ജോലി കൊടുത്തു? എന്തുകൊണ്ട് ഗവൺമെൻറ് 10 വർഷമായി അവരോട് ജോലി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല? അവരോട് ചർച്ച നടത്തിയില്ല? എത്ര ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു? അപ്പോൾ ടീകോമുമായി ബന്ധപ്പെട്ട ഒരു വലിയ കള്ളക്കളി ഇവിടെ നടക്കുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊരു വൻ അഴിമതിയാണ്. ഇത് കേരളത്തിലെ IT ബിരുദധാരികളായ ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്ന നടപടിയായിപ്പോയി. ഇനി അതിൻ്റെ മറവിൽ അവർക്ക് അങ്ങോട്ട് പണം കൊടുക്കുകയാണ്. അതെങ്ങനെ നടക്കും? അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ അഴിമതി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും തുറന്നു കാട്ടും എന്ന് തന്നെയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തു വരും. അതിൻ്റെ കരാർ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വിവരങ്ങൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും എനിക്ക് ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം,
ടീകോം കമ്പനിയുടെ ഡയറക്ടറായിരുന്ന ബാജി ജോർജിനെ ആ കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്പനിയുടെ ഒരു അംഗമായി നിയമിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി വഴിയോരത്ത് പബ്ലിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കി അദ്ദേഹത്തെ MD ആയി വെച്ചിരിക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ ശമ്പളമുണ്ട്. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയോ? ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള നിലയാണ് കേരളത്തിൽ. ഈ തുക എത്രയെന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. IT വകുപ്പിൻ്റെ മന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ആ IT വകുപ്പിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. ആ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കള്ളക്കളി നടത്താൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറി. ടീകോമിന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ടീകോമിന് കോമ്പൻസേഷൻ നൽകാനുള്ള സർക്കാർ തീരുമാനം, ക്യാബിനറ്റ് തീരുമാനം റദ്ദ് ചെയ്യണം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. 10 കൊല്ലത്തിന് മുമ്പ് വന്ന പദ്ധതി ഒരാൾക്ക് പോലും ജോലി കൊടുത്തില്ല, മാത്രമല്ല തൊഴിലന്വേഷകരെ വഞ്ചിച്ചു എന്ന രീതിയിലുള്ള ആരോപണമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. മാത്രമല്ല ഈ പദ്ധതിയുടെ ഡയറക്ടറായി അന്ന് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബാജി ജോർജിൻ്റെ കാര്യത്തിൽ കോമ്പൻസേഷൻ നൽകാനുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതും അഴിമതിക്ക് വഴിവെക്കും എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം.